ഹേ ഗൈസ്, രാജണ്ണ ഈ സ്വീറ്റ്സും പിടിച്ചിട്ട് നിൽക്കുന്ന എന്തെന്നല്ലേ, നമ്മ ഒരു സാധനം മേടിക്കാൻ പോകുന്ന പോക്കിത്. നിങ്ങളിൽ പല ആൾക്കും രാജണ്ണനെ സൂഫ്രം സോന്റെ വില്ലനായിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ നാട്ടില് നമ്മ ചെറുപ്പത്തിലേ കണ്ടു വളർന്ന ഒരു സകല കലാവല്ലഭനാണ് നമ്മളെ രാജണ്ണ. ചെറിയ പ്രായം തൊട്ട് തന്നെ സിനിമ, നാടകം എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ നടക്കുമ്പോ നിനക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഇപ്പൊ അവർക്കെല്ലാം ചുട്ട മറുപടിയാണ് ഈ അച്ചീവ്മെന്റ്സ് ത്രൂ രാജണ്ണ കൊടുക്കുന്നത്. നമ്മളെ ഡോക്ടറും ചിന്നും ഡോനും അതേപോലെ തന്നെ മാംഗ്ലൂരത്തെ ഒരു വ്ളോഗർ എല്ലാം നമ്മളെ സാധനം മേടിക്കാൻ എത്തി. അപ്പോൾ തന്നെ സാധനം തുണിയെല്ലാം മൂടിയിട്ട് റെഡി ആക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ രാജണ്ണന് കുറെ പേപ്പറും കൊടുത്ത് സൈൻ ഇടാൻ പറഞ്ഞിട്ട് സൈൻ ഇട്ടോണ്ട് അപ്പോൾ തന്നെ എല്ലാരും കൈയെല്ലാം കൊട്ടിട്ട് തുണി പൊക്കൽ ചടങ്ങിലോട്ട് അങ്ങ് കടന്നു. അങ്ങനെ വണ്ടിയും റിവീലാക്കി. നല്ല കിടിലം ഒരു വണ്ടി. രാജണ്ണന്റെ ഈ ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന്റെ ബാക്കിൽ പണിയെടുത്ത് അതിന് കുറച്ച് വൈകിട്ടാണെങ്കിലും അതിനുള്ളതെല്ലാം നമുക്ക് കിട്ടും. സിനിമ എന്നൊരു പ്രാന്തിന്റെ ബാക്കിൽ പോയിട്ട് ഇപ്പൊ രാജണ്ണൻ നിൽക്കുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ ടോവിനോ തോമസിന്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കന്നഡ തുളു എന്ന് പറയുന്ന എല്ലാ സിനിമയിലും ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ രാജണ്ണ. അപ്പൊ നിങ്ങളടുത്ത് എനിക്ക് ഇത് തന്നെ പറയാനുള്ള, ഡ്രീംസ് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ പോവാ, ഹാർഡ് വർക്ക് ചെയ്യുക, അതിനെ ചേസ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് എന്തായാലും നിങ്ങളെ തേടി എത്തിയിരിക്കും. പിന്നെ ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ ഞമ്മക്കാൻ പോയി. ഇവിടെ എത്തിട്ട് കേറുമ്പോ തന്നെ ഒരു കടയുന്ന കല്ലെല്ലാം ഉണ്ട്. അപ്പോഴത്തേന് ഫുഡെല്ലാം വന്ന് ഞാൻ പിന്നെ ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് പ്യൂർ വെജ് എടുത്തിട്ട് അങ്ങ് തിന്നു. പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ ഡോണിന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് 2-3 മീനും എടുത്തിട്ട് അങ്ങ് വെട്ടി വിഴുങ്ങി. അപ്പോഴത്തേനെ നമ്മളെ ടേബിള് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ രാജണ്ണ, ബൈ.